Chemistry Lovers എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റോക്കിയോമെട്രി ആൻഡ് ലിമിറ്റിംഗ് റിയേജന്റ്. ഒരു ചെറിയ വീഡിയോ ആണ്. സ്റ്റോക്കിയോമെട്രി ജസ്റ്റ് ഒരു ബേസ് മാത്രം പറയുന്ന ഒരു വീഡിയോ. സ്റ്റോക്കിയോമെട്രി ആൻഡ് ലിമിറ്റിംഗ് റിയേജന്റ്. What do you mean by stoichiometry? You know balanced chemical equation. അല്ലേ? ഒരു കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ റിയാക്ടന്റ് സൈഡും പ്രൊഡക്റ്റ് സൈഡും എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. എപ്പോഴും ഇക്വേഷൻ ബാലൻസ്ഡ് ആയിരിക്കണം. അപ്പോൾ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിലുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റിനെയും നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റിന്റെയും ആ നമ്പർ ഓഫ് മോൾസിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? സ്റ്റോക്കിയോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റോയിച്ചിയോമെട്രി എന്ന് പറയുന്നത് ആ നമ്പർ ഓഫ് മോൾസ് പ്രസന്റ് ഇൻ എ ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ. നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ് പ്രസന്റ് ഇൻ എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഈസ് കോൾഡ് സ്റ്റോയിച്ചിയോമെട്രി. For example, let us consider an equation A plus 2B giving 3C. Simple equation, a general equation. അപ്പോൾ ഈ ഇക്വേഷനിൽ നോക്കൂ, ഒരു A മോളിക്യൂളും രണ്ട് B മോളിക്യൂളും കൂടെ റിയാക്ട് ചെയ്ത് 3C മോളിക്യൂൾ ഉണ്ടാകുകയാണ്. So in terms of number of moles, how can we write number of moles of A present in this reaction? നമ്മൾ മോൾ ഇന്നലെ പഠിച്ചിരുന്നു. നിങ്ങൾക്ക് എല്ലാവരും പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലാസ്സിൽ പറഞ്ഞ മോൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതാണ് നമ്മൾ ഈ മോൾ ത്രൂ ഔട്ട് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മോളാണ് പറയുക. മോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ നോക്കൂ, എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾ. 1 മോൾ ഓഫ് എ ഈസ് റിയാക്ടിംഗ് വിത്ത് 2 മോൾ ഓഫ് ബി ടു ഗിവ് 3 മോൾ ഓഫ് സി. 1 മോൾ ഓഫ് എ ഈസ് റിയാക്ടിംഗ് വിത്ത് 2 മോൾ ഓഫ് ബി ടു ഗിവ് 3 മോൾ ഓഫ് സി. ദാറ്റ് ഈസ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റോയിച്ചിയോമെട്രി. സോ വാട്ട് ഈസ് ദ സ്റ്റോയിച്ചിയോമെട്രിക് റേഷ്യോ? 1:2, 2:3. ദാറ്റ് ഈസ് സ്റ്റോയിച്ചിയോമെട്രിക് റേഷ്യോ. സ്റ്റോയിച്ചിയോമെട്രിക് റേഷ്യോ ഈസ് 1:2:3. അപ്പോൾ ഓൾവേസ് ഒരു റിയാക്ഷൻ എങ്ങനെയായിരിക്കണം? ബാലൻസ്ഡ് ആയിരിക്കണം. ആ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിലെ നമ്പർ ഓഫ് മോൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റോയിച്ചിയോമെട്രി. അപ്പോൾ സ്റ്റോയിച്ചിയോമെട്രി നമ്പർ ഓഫ് മോൾസിൽ മാത്രമല്ല നമുക്ക് പറയാൻ പറ്റുക. നമ്മൾ ഇന്നലെ പഠിച്ചപ്പോൾ പറഞ്ഞു, നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് നമ്മൾ മോളാർ മാസിന്റെ ടേമിലേക്ക് മാറ്റി, വോളിയത്തിന്റെ ടേമിലേക്ക് മാറ്റി, നമ്പർ ഓഫ് പാർട്ടിക്കിളിന്റെ ടേമിലേക്ക് മാറ്റി. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് മാറ്റാം. ലെറ്റ് us see another example. ഇവിടെ നോക്കൂ, നമുക്ക് കമ്പഷൻ ഓഫ് മീഥൈൻ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ എടുക്കാം. മീഥൈൻ ഈസ് റിയാക്ടിംഗ് വിത്ത് ഓക്സിജൻ ടു ഗീവ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ. ലെറ്റ് us consider എല്ലാം ഗ്യാസ് ആണ്. എല്ലാം ഗ്യാസ് ആണ്. Now let us balance. It is not balanced equation. Now let us balance this equation. അപ്പോൾ നോക്കൂ, ഒരു മീഥൈനും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാക്കുന്നു. ഇവിടെ ഒരു മീഥൈൻ ആണ്, അപ്പോൾ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ ബാലൻസ്ഡ് ആണ്. ഹൈഡ്രജൻ ഇവിടെ 4 ഉണ്ട്, ഇവിടെ 2 ഉള്ളൂ. So let us give 2 here. So 4 ഹൈഡ്രജൻ ആയി. Then what about oxygen? Here 2, here 2 plus 2 4 ഉണ്ട്, ഇവിടെ 2 ഉള്ളൂ. So let us give 2 here. So what is the balance equation in terms of moles? In terms of moles, what is stoichiometry? 1 mole of methane is reacting with 2 mole of oxygen to give 1 mole of carbon dioxide and 2 mole of water. Clear alle? 1 mole of methane is reacting with 2 mole of oxygen to give 1 mole of carbon dioxide and 2 mole of water. അതുപോലെ in terms of number of molecules അല്ലെങ്കിൽ number of particles, നമുക്ക് എന്ത് പറയാം? Avogadro number of methane molecule is reacting with 2 into Avogadro number of oxygen molecule will give Avogadro number of carbon dioxide molecule and 2 into Avogadro number of carbon dioxide molecule. Clear ആയില്ലേ? Similarly in terms of volume നമുക്ക് എന്ത് പറയാം? At STP. Volume at STP എന്ത് പറയാം? നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്?
ഏതൊരു ഐഡിയൽ ഗ്യാസും STP കണ്ടീഷനിൽ ഒരു മോൾ സബ്സ്റ്റൻസിന്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 22.4 ലിറ്റർ ആണ്. അപ്പൊ ഇവിടെ നോക്കൂ, ഒരു മോൾ സബ്സ്റ്റൻസ് ആണ്, അപ്പൊ അതിന്റെ വോളിയം എത്രയാണ്? 22.4 ലിറ്റർ. So what about the volume of oxygen? 2 into 22.4 liter, that is 44.8 liter. What about the volume of carbon dioxide? 22.4 liter. And what about the volume of water? 2 into 22.4 liter. Or simply we can write 1 volume of methane is reacting with 2 volume of oxygen to give 1 volume of carbon dioxide and 2 volume of water at STP condition. Clear ആയോ? ഇതാണ് സ്റ്റോഷിയോമെട്രി എന്ന് പറയുന്നത്. ബാലൻസ്ഡ് ഇക്വേഷനിലുള്ള അതിന്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ വോളിയം എന്താണോ നമ്മൾ മെഷർ ചെയ്യുന്നത് അതിന്റെ റേഷ്യോനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റോഷിയോമെട്രി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ സ്റ്റോഷിയോമെട്രി അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഒരു സാധനം റിയാക്ട് ചെയ്താൽ എത്ര എമൗണ്ട് ഉണ്ടാവുന്നു അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ഉണ്ടായാൽ എത്ര സാധനം റിയാക്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റോഷിയോമെട്രി. അത് വെച്ചിട്ടുള്ള ധാരാളം പ്രോബ്ലം നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ലെറ്റ് us discuss later. അപ്പോൾ ഈ ഭാഗം ക്ലിയർ ആണോ? അപ്പോൾ നോക്കൂ, ഇപ്പോൾ സപ്പോസ് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് 5 ml of methane gas is reacted at STP. What is the amount of volume of carbon dioxide formed? എത്രയാണ്? യെസ്, 5 ml. നമ്മൾ എന്താ പറഞ്ഞേ? 1 വോളിയം കാർബൺ ഡയോക്സൈഡ് മീഥേൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 വോളിയം കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും. 5 ml മീഥേൻ ആണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ there should be 5 ml of carbon dioxide. What about the volume of water? There should be 10 ml of water. That is 2 volume of water is formed. അപ്പോൾ 10 ml of water. ക്ലിയർ ആണോ? അതാണ് സ്റ്റോഷിയോമെട്രി എന്ന് പറയുന്നത്. Now let us come to next term, limiting reagent. ലിമിറ്റിംഗ് റിയേജന്റ്, ഇതും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ്. ലിമിറ്റിംഗ് റിയേജന്റ് നമ്മൾ ഇക്വിലിബ്രിയം ഒക്കെ പറയുമ്പോൾ ആ സൊല്യൂഷൻ അതിനകത്തുള്ള സൊല്യൂഷനിലെ ലിമിറ്റിംഗ് റിയേജന്റ് അത് ബഫർ ആണോ സൊല്യൂഷൻ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ലിമിറ്റിംഗ് റിയേജന്റ് ഏതാണെന്ന് നമുക്ക് അറിയണം. അപ്പോൾ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. വാട്ട് ഈസ് ലിമിറ്റിംഗ് റിയേജന്റ്? ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ എ കെമിക്കൽ റിയാക്ഷൻ, ഒരു കെമിക്കൽ റിയാക്ഷനിൽ ദ റിയാക്ടന്റ് വിച്ച് കൺസ്യൂം കംപ്ലീറ്റ്ലി. In a chemical reaction, a reactant which consume completely, but the reaction is not complete. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു റിയാക്ഷനിൽ ഉള്ള റിയാക്ടന്റിൽ ഒരാള് കംപ്ലീറ്റ് ആയി കൺസ്യൂം ചെയ്യുകയും ബട്ട് ഈ റിയാക്ടന്റ് മുഴുവനായിട്ട് എന്തായിട്ട് മാറിയിട്ടില്ല, പ്രൊഡക്റ്റ് ആയിട്ട് മാറിയിട്ടില്ല. ചില റിയാക്ടന്റ് അവിടെ ബാക്കി കിടക്കുകയാണ്, പക്ഷെ ഒരാൾ മുഴുവൻ കൺസ്യൂം ചെയ്യുകയും ചെയ്തു. അപ്പൊ അയാളുടെ ഡെഫിഷ്യൻസി കാരണമാണ് ബാക്കി റിയാക്ഷൻ കംപ്ലീറ്റ് ആവാത്തത്. അങ്ങനെ ആ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള റിയാക്ടന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് വിളിക്കുന്നത്. അപ്പം ലിമിറ്റിംഗ് റിയേജന്റ് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് വേണം? സ്റ്റോഷിയോമെട്രി അറിയണം, അതായത് ബാലൻസ്ഡ് ഇക്വേഷൻ അറിയണം. ഒരു ഇക്വേഷന്റെ ബാലൻസ്ഡ് ഇക്വേഷൻ അറിയണം. അപ്പോൾ ഒരു മോളിന് എത്ര മോൾ ഓഫ് റിയാക്ടന്റ് അനദർ റിയാക്ടന്റ് വേണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്കറിയണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. Clear ആണോ? So let us see an example. Let us consider H2 plus O2 giving H2O. Is it a balanced equation? No. So let us balance 2H2 plus O2 giving 2H2O. That is here H2 gas and O2 gas, and this is also gas. According to stoichiometry, what we have, 2 mole of hydrogen is reacting with 1 mole of oxygen to give 2 mole of water. 2 mole of hydrogen is reacting with 1 mole of oxygen to give 2 mole of water. അതാണ് ബാലൻസ്ഡ് ഇക്വേഷൻ. ഓക്കെ, അല്ലെങ്കിൽ in terms of mass ആണ് പറയുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? 2 into 2 gram of hydrogen is reacting with 32 gram of oxygen to give 2 into 18 gram of water. അല്ലേ? അപ്പോൾ 4 gram of hydrogen react with 32 gram of oxygen and form 36 gram of water. അതാണ് നമ്മുടെ സ്റ്റോഷിയോമെട്രി എന്ന് പറയുന്നത്. ഇൻ ടേംസ് ഓഫ് മാസ് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ മാസിന്റെ കേസ് പറയാൻ വിട്ടുപോയി. മാസ് എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ആണ്. മോളാർ മാസിന്റെ ബേസിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇൻ ടേംസ് ഓഫ് മാസ് നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം.
Now let us consider ഒരു question ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. It is given that 3 gram of hydrogen is reacting with 27 gram of oxygen. Who is limiting reagent? 3 gram of hydrogen is reacting with 27 gram of oxygen. Who is limiting reagent? അപ്പോൾ നോക്കൂ, according to us 4 ഗ്രാമിന് എത്ര വേണം? 32 ഗ്രാം വേണം. അപ്പോൾ 3 ഗ്രാമിന് എത്ര വേണം? 32/4 into 3. അപ്പം 8 4s are 32, 8 3s are 24. 3 ഗ്രാമിന് എത്ര ഓക്സിജൻ മതി? 24 gram of oxygen മതി. നമുക്കിപ്പോൾ ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? 27 gram of oxygen ആണ് തന്നിരിക്കുന്നത്. So what is oxygen? Oxygen is called excess reagent. Excess reagent. So it is represented as ER. So who is limiting reagent? Hydrogen is limiting reagent. That is represented as ER. So അപ്പോൾ ആരെ വെച്ചാൽ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക? എക്സസ് റിയാക്ടന്റ് മുഴുവനായിട്ട് കൺസ്യൂം ചെയ്യോ? ഇല്ല. ആരാണ് മുഴുവൻ കൺസ്യൂം ചെയ്യുക? ലിമിറ്റിംഗ് റിയേജന്റ് കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യും. അപ്പോൾ ബിക്കോസ് ഓഫ് ദ ഡെഫിഷ്യൻസി ഓഫ് ഹൈഡ്രജൻ ദ റിയാക്ഷൻ ഈസ് നോട്ട് കംപ്ലീറ്റ്. കോൺസെപ്റ്റ് കിട്ടിയോ? ഈ ഹൈഡ്രജൻ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യും. ഈ ഹൈഡ്രജന്റെ ഡെഫിഷ്യൻസി കാരണം റിയാക്ഷൻ മുഴുവനായിട്ട് നടക്കില്ല. എന്ന് പറഞ്ഞാൽ ബാക്കി ആരുണ്ട്? ഓക്സിജൻ ബാക്കി കിടക്കുന്നുണ്ട്. അതായത് ഈ 3 ഗ്രാം ആയിട്ട് അല്ലെങ്കിൽ 3 ഗ്രാം ഹൈഡ്രജന് 24 ഗ്രാം ഓഫ് ഓക്സിജൻ മതി. നമ്മുടെ കയ്യിൽ എത്രയുണ്ട്? 27 ഗ്രാം ഓഫ് ഓക്സിജൻ കിടക്കുന്നുണ്ട്. ബാക്കിയുള്ള 3 ഓക്സിജൻ എന്താണ്? എക്സസ് റിയേജന്റ് ആണ്. അപ്പോൾ വാട്ട് അബൌട്ട് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഫോം? എമൗണ്ട് ഓഫ് വാട്ടർ നമ്മൾ ആരെ വെച്ചിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്? ലിമിറ്റിംഗ് റിയേജന്റ് വെച്ചിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഓൾവേസ് റിമെമ്പർ, put the reaction with limiting reagent. Always remember, നമ്മൾ limiting reagent വെച്ചിട്ടാണ് റിയാക്ഷൻ കൺസിഡർ ചെയ്യേണ്ടത്. അതായത് നമ്മുടെ സ്റ്റോഷിയോമെട്രി അനുസരിച്ച് നമുക്ക് എന്തറിയാം? 4 moles of hydrogen അല്ലെങ്കിൽ 4 grams of hydrogen will give 36 gram of water. 4 grams of hydrogen will give 36 gram of water. അല്ലെങ്കിൽ 32 gram of oxygen will give 36 gram of water. This stoichiometry ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആരെ വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. എമൗണ്ട് ഓഫ് വാട്ടർ ഫോം ചെയ്യുന്നത് either ഇത് വെച്ച് കൺസിഡർ ചെയ്യാം അല്ലെങ്കിൽ ഇത് വെച്ച് കൺസിഡർ ചെയ്യാം. 32 gram ഓക്സിജന് 36 gram വാട്ടർ ഉണ്ടാവും. അല്ലെങ്കിൽ 4 gram ഹൈഡ്രജന് 36 gram വാട്ടർ ഉണ്ടാവും. അത് നമുക്ക് ഇതിൽ ഏതിനെ വെച്ച് കൺസിഡർ ചെയ്യാം. But in the case of limiting reagent നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സസ് റിയേജന്റ് നമുക്ക് 27 ഗ്രാം ഓഫ് ഓക്സിജൻ ഉണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യില്ല? കൺസ്യൂം ചെയ്യില്ല. അത് എത്രേ കൺസ്യൂം ചെയ്യുള്ളൂ? വിത്ത് റെസ്പെക്ട് ടു ദിസ് ലിമിറ്റിംഗ് റിയേജന്റ് കൺസ്യൂം ചെയ്യുള്ളൂ. ലിമിറ്റിംഗ് റിയേജന്റ് 3 ഗ്രാമേ ഉള്ളൂ. 3 ഗ്രാമിന് എത്ര ഗ്രാം ഓക്സിജൻ വേണം? 24 ഗ്രാം ഓഫ് ഓക്സിജനാണ് വേണ്ടത്. അപ്പോൾ 27 ഗ്രാമിലുള്ളത് 24 മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ. ബാക്കി അവിടെ എക്സസ് ആയിട്ട് അവിടെ കിടക്കും. കോൺസെപ്റ്റ് കിട്ടിയോ? Always remember, put the reaction is completing with the limiting reagent. Put the reaction is completing with the limiting reagent. അപ്പോൾ limiting reagent ഉണ്ടെങ്കിൽ ആ റിയാക്ഷന്റെ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആ ലിമിറ്റിംഗ് റിയേജന്റ് വെച്ചിട്ട് വേണം നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കോൺസെപ്റ്റ് ശരിക്കും ക്ലിയർ ആക്കി മനസ്സിലാക്കാം. ഓക്കെ. അപ്പം എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.